ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ മീഡിയം സൈസിലുള്ള ഒരു പപ്പായ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കർമൂസ് എന്നാട്ടാ പറയുക, ചില സ്ഥലത്ത് കപ്ലങ്ങ എന്നും പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് അര കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുപയർ പരിപ്പായിട്ട് ഞാൻ എടുത്തതല്ല, ചെറുപയർ പിന്നെ ഇരുമ്പ് ചട്ടിയിൽ കുതിർത്തെടുത്തതിന് ശേഷം വല്ലാത്തൊരു ഇരുണ്ട കളറായിട്ടുണ്ടേനു കേട്ടോ. അത് ഞാൻ കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് ഇതുപോലെ പരിപ്പായിട്ട് വേർതിരിച്ചതാണ്. അപ്പോൾ ഇടയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വല്ലാത്തൊരു ഇരുണ്ട കളറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുപയറുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകും 2 തണ്ട് കറിവേപ്പും ഒരു ചെറിയ പീസ് സവാള ചെറുതായിട്ടുള്ള നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ കർമൂസും അതുപോലെ എന്താ പറയുക ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയേ വേവാനുള്ളൂ കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റ് കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തോരൻ്റെ പരുവത്തിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിത് തോരൻ പോലെയല്ല കേട്ടോ, കുറച്ചൊന്ന് കുഴഞ്ഞ പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. അര കപ്പ് തേങ്ങയും അതുപോലെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാടൊന്നും അങ്ങ് ചതക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവേനു കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അങ്ങനെ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.